ഇവിടെ കയറി വരുന്നിടത്തുനിന്ന് ഇങ്ങനെ ഒരു വാതിൽ വെച്ചേക്കുന്നത് കണ്ടോ? വാതിലല്ല, ഒരു ഏണി. എന്നാ സിമ്പിൾ വർക്കാണെന്നറിയോ? ഇങ്ങനെ കുറ്റിയടിച്ച് വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കയറിട്ട, നമ്മുടെ ചക്കര കയറില്ലേ, ആ കയറിട്ട് കെട്ടിയേക്കുക. അതിൻ്റെ താഴത്ത് കണ്ടില്ലേ, രണ്ട് തടി, വലിയ മിനുക്കുലോ പരിപാടിയൊന്നുമില്ലാതെ രണ്ട് തേക്കൻ തടി പോലത്തെ തടി ഇങ്ങനെ വെച്ചേക്കുക. ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ കയറ്. എന്നിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നത് മേളിലെ ഒരു റൂമാണ്. അത് നമുക്കിങ്ങനെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വാർക്കാതെ ഇങ്ങനെ ഡ്രസ് വർക്ക് പോലെ ഓടിട്ട് പണിയല്ലേ പഴയ വീട്, ആ വീടിൻ്റെ രീതിയിൽ ചെയ്തേക്കുന്നതുകൊണ്ടാണ് മേളിൽ ഇങ്ങനെ റൂം എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ കണ്ടില്ലേ, ദേ ഈ പൊക്കേ ഉള്ളൂ, ഒരാൾക്ക് നടന്ന്. പക്ഷേ അതിന് കൂടുതൽ പൊക്കം കിട്ടിയത് ഓടിട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലേക്ക് പോകാനായിട്ട് തടിയിട്ട് ചെയ്തേക്കുന്നത്. തടി ഇത് ഒരു 2 ഇഞ്ച് കനം വരുന്ന ഒരു 3 തടി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ 1 ഇഞ്ച് കനത്തിൽ പലക അടുക്കി വെച്ചേക്കുക. ഇത് കണ്ടില്ലേ, സൈഡ് മുഴുവൻ സിമ്പിൾ വർക്കാണ്. സ്ക്രൂ ചെയ്ത് ചുമ്മാ വലിയ ഭംഗിയൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തടിയുടെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പിൽ തന്നെ ചെയ്തേക്കുക. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിലത്തെ ഈ ഇവിടെ ഒരു പില്ലർ പോലെ പോകുന്നില്ലേ, അതിൻ്റെ മേളിൽ പില്ലറല്ല, ഒരു ബെൽറ്റ് പോലെ ഉണ്ട്. അതിൻ്റെ മേളിൽ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഫിക്സ് ചെയ്തേക്കുക, ഭിത്തിക്കകത്തേക്ക് കയറ്റി, പഴയ രീതി. ഇതൊന്നും കാണാനില്ല ഇവിടെ. അതെ കണ്ട, ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കുക. 2 ഇഞ്ച് കനത്തിലുള്ള നല്ല തടിയാണ്, തേക്കൻ തടി പോലത്തെ തടിയാണ് എന്തുവാ. എന്നിട്ട് ഇവിടുന്ന് ഈ ഗോണിയോട് ചേർന്ന് ഇതേ രീതിയിൽ തന്നെ അടുത്ത റൂം ആരംഭിക്കുക. ഇത് കണ്ടില്ലേ, ഗോണി ചുമ്മാ ഒരു സ്ലോപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലാണ് വെച്ചേക്കുന്നത്. ചെറിയ സ്ലോപ്പ് ഇവിടെ താഴത്ത്. ഇത് കണ്ടില്ലേ, സ്ക്രൂ ചെയ്തേക്കുക താഴത്ത്. ഈ സ്ലോപ്പിൽ ഇങ്ങനെ കടത്തി സ്ക്രൂ ചെയ്തേക്കുക. ഇവിടെ ഒരു സ്ലോപ്പുണ്ട്, ഇവിടെ കൊണ്ട് ഒരു സ്ലോപ്പാണ്, ഇങ്ങനെ ചരിച്ച് വെട്ടിയേക്കുക. ആ സ്ലോപ്പിനോട് ചേർത്തക്ക രീതി ഹോളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടിയുടെ ഒരു വർക്ക് ഇങ്ങനെ ഫിനിഷിങ് ഇങ്ങനെ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് തടി ഇട്ടേക്കുന്നിടത്ത്. അപ്പുറത്തും ഇത് തന്നെയാണ്. ഇത് നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടില്ലേ, ആ തടിയുടെയും അവിടെ നിന്ന് വരുന്ന തടി ഇവിടെ കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് പുതിയ തടി ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ, 1 ഇഞ്ച് ഗ്യാപ്പാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ തുണിയെടുക്കുക. ഇത് ടോയ്ലറ്റാണ്. താഴെ ഇതുണ്ടല്ലേ, വാഷ് ബേസിനും സ്വിമ്മിങ് പൂളും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ വന്നേക്കുക. ഇതല്ലേ, ചരിഞ്ഞ് വന്ന ആ ഭാഗം നമ്മുടെ ടോയ്ലറ്റ് ആക്കി എടുത്തേക്കുക. അപ്പുറത്തുനിന്ന് സ്റ്റെയർ കേസിൻ്റെ ആ ചരിവായത് തടി കയറ്റി വയ്ക്കാനുള്ള ടോയ്ലറ്റ് ആക്കിയേക്കുക. എന്നിട്ടിത് വന്ന് ഇവിടെ കയറുക. കണ്ടില്ലേ, കയറി വരുമ്പം നമ്മളിപ്പോൾ വാർക്കയായിരുന്നെങ്കിൽ കണ്ടില്ലേ, നമ്മളിവിടെ വരെ വരുമ്പം ഇതുണ്ടല്ലേ, നമ്മളൊരാളുടെ ലെവലിലേ ഉള്ളൂ, തലയിടിക്കും. പക്ഷെ വാർക്കയല്ലാതെ ഇങ്ങനെ പണ്ട് ഓടിടുന്ന പോലെ ഇങ്ങനെ പൊക്കി കെട്ടിയേക്കുന്നതുകൊണ്ടാണ്, ഇങ്ങനെ സ്ക്വയർ ത്രികോണം കൊടുത്ത് കോൺ വെട്ടി ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ബെഡ് ഇടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദോലയാണ്. ആ മൂലയിൽ ഈ കോൺ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലേ, ഈ മൂലയിൽ നിന്നും അപ്പുറത്തെ മൂലയിൽ നിന്നും ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് അതിലേക്ക് നടുക്ക് കൂടി ഒരു ഇത് വെച്ച് ഇവിടെ ഭിത്തി പോലെ പൊക്കി കെട്ടി വെച്ചേക്കും. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അതിങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ വെച്ച് ഇവിടം വരെ വന്നിട്ട് ഇവിടെ എല്ലാം കൂടി കൂട്ടി വയ്ക്കുക. ഒരു ഇഞ്ച് ഗ്യാപ്പിൽ തടി കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത്
ഒരു സ്ക്വയർ അല്ല, ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി ഫിനിഷ് ചെയ്തേക്കുക. ടോയ്ലറ്റാണത് ഇവിടുത്തെ മേളിലെ. നടയിലേക്ക് കയറി വരുന്നതിൻ്റെ ഇടയിൽ ഒരു ചില്ലുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ജനലുണ്ട്, വേറൊരു ജനലുണ്ട്. ഇവിടെയൊക്കെ നല്ല വിസ്താരമുണ്ട്. വിസ്താരം ഉണ്ടാകാൻ കാരണം ഇത് ഇങ്ങനെ കോൺ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. താഴെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വെട്ടി ചെയ്തേക്കുന്നതുകൊണ്ട് തടിയുടെ ഷേപ്പ് ചെയ്തേക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ അടിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്തേക്കുക. തടീനെ ഷേപ്പ് ചെയ്ത് ആ ഭിത്തിയായിട്ട് സ്ക്രൂ ചെയ്ത് എടുത്തേക്കുക. ഇവിടെ ഒരു ജനലുണ്ട്. പിന്നെ ഇതാണ് വേറൊരു സംഭവം, വള്ളി വലിച്ചിടുന്നത്. നമ്മൾ വലിയ പരിപാടിയൊന്നുമല്ല, അത് ഇങ്ങനെ വള്ളി വലിക്കുക, ഇങ്ങനെ അഴിച്ചെടുക്കുക. അഴിച്ചിട്ട് ഇങ്ങനെ വിടുമ്പം ഈ ജനൽ കാണും. ഇതിൻ്റെ ബാക്ക് കണ്ടില്ലേ, ഒരു കമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ തുളയിട്ട് ഒരു സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് മേളിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുക. നമ്മൾ സ്വാഭാവികമായിട്ട് വലിക്കുമ്പം ഇതല്ലേ, വലിക്കുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ പൊങ്ങി പോവുക. ഇതാണ് ഏറ്റവും സമത്വം. സാധാരണ ഒരു തടി എടുത്തിട്ട് അതിൽ ചുറ്റിക അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് അതേൽ ഇതിങ്ങനെ വള്ളി വെച്ച് ചുമ്മാ ഇങ്ങനെ വലിഞ്ഞെടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. തെങ്ങിൻ തടി നന്നായിട്ടുള്ളൊരു സ്ഥലമായത്, അതുകൊണ്ട് തെങ്ങിൻ തടിയുടെ സംഭവങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ. തെങ്ങിൻ തടിയുടെ ഒരിത് നല്ല പോളിഷ് ചെയ്ത് നല്ല മിനുക്കിയിട്ടിട്ട് ഒരു പ്രശ്നമില്ലാതെ കിടക്കുക. കണ്ടില്ലേ, കട്ടിൽ 2 കട്ടിലാണ് ഒരുമിച്ചിട്ടേക്കുന്നത്. ഇവിടെയും തെങ്ങിൻ തടിയുടെ ഒരിത്. ഇവിടെ എല്ലാം തുണി തൂക്കിയിടാനായിട്ട് ഈ മീൻ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കും. ഇത് ഈ തടിയിലേക്ക് ഫിറ്റ് ചെയ്തേക്കും. അപ്പം നമുക്കൊരു ആങ്കറായിട്ട് തോന്നുകയില്ല, ഇതിൻ്റെ മേളിൽ നമ്മൾ ഡ്രസ്സ് ഇടുകയും ചെയ്യാം. എല്ലായിടത്തും ഇതുണ്ടല്ലേ, കയറിങ്ങനെ ഒരു ഇരുമ്പിൻ്റെ കൊളുത്ത, ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചക്കരക്കയറാണിത് ഇട്ട് കെട്ടിയേക്കുക, പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ സൈഡിൽ തടിയിലേക്ക് ഇതിലേക്ക് ചുമ്മാ കെട്ടി വെച്ചേക്കുക, കൊളുത്തിട്ടിട്ട്. ഇത് തടി ചുമ്മാ ഫിക്സ് ചെയ്തേക്കുക തടിക്കുള്ളിലേക്ക്. അടി കണ്ടില്ലേ, എത്തയില്ലാത്തടത്ത് ഇങ്ങനെ ചുമ്മാ ഒരു സൈഡിലേക്ക് അടിച്ചു വെച്ചേക്കുക.